ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലാണ് SIT. വാഹനം അല്പസമയത്തിനകം ഹോട്ടലിലേക്ക് എത്തും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ്, ഇപ്പോൾ തിരുവല്ല ഏതാണ്ട് അടുക്കാൻ 3 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. കാറ്റോട് കഴിഞ്ഞിരിക്കുന്നു. കാറ്റോട് എന്ന് പറയപ്പെടുന്ന ഒരു പ്രാദേശികമായ സ്ഥലമാണ്. അത് കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട റൂട്ട് തന്നെയാണ് അന്വേഷണ സംഘം തിരഞ്ഞെടുത്തത്. നിലവിൽ ഇപ്പോൾ ഇതുവരെയും പ്രതിഷേധങ്ങളില്ല. അല്പസമയത്തുള്ളിൽ തിരുവല്ലയിലെ ഹോട്ടലിലെത്തും. അവിടെ ക്ലബ് 7 ഹോട്ടലിൽ ഇവർ താമസിച്ചിരുന്ന മുറിയിൽ തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം അന്വേഷണ സംഘം ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ വിവരം തേടി ഇപ്പോൾ പറഞ്ഞത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവർ തിരികെ ഒരുപക്ഷെ AR ക്യാമ്പിലേക്ക്, പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നുള്ളതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് വീണ്ടും രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണം. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ രാഹുലിന്റെ നിസ്സഹകരണം അന്വേഷണത്തെ സംബന്ധിച്ച് ഈ കസ്റ്റഡി കാലയളവിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ ഡിഫൻസുകൾ, ക്ലെയിമുകൾ അതൊക്കെ രാഹുലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാറാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് ഉഭയകക്ഷി മ്യൂച്വൽ കൺസെന്റോടുകൂടിയുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്. അതിനുശേഷം നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ അതിനെ കോടതി ആ മുഖവിലയ്ക്ക് മാത്രമേ എടുക്കാവൂ എന്നൊക്കെയുള്ളതായിരുന്നു ഡിഫൻസിന്റെ വാദം, അല്ലെങ്കിൽ ഡിഫൻസ് കൗൺസിലിന്റെ വാദം. സ്വാഭാവികമാണ്, അവരുടെ ഭാഗം അങ്ങനെ തന്നെയായിരിക്കാം. മുൻപ് 2 കേസുകളിലും സമാന രീതിയിൽ തന്നെയാണ് അഭിഭാഷകർ രാഹുലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിലിൽ വാദം നടക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞത്. പ്രോസിക്യൂഷൻ അതിന് ചില തെളിവുകളൊക്കെ ഹാജരാക്കിയെങ്കിലും ആദ്യ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ച് രാഹുലിന് തിരിച്ചടിയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ പോയി നോട്ട് ടു അറസ്റ്റിലാണ് കേസ് ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടാമത്തെ കേസിൽ, അതായത് രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെ രാഹുലിന് ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. മൂന്നാമത്തെ കേസിൽ പക്ഷേ അങ്ങനെ ആന്റിസിപ്പേറ്ററിക്കൊന്നും പോകാനുള്ള സമയം അന്വേഷണ സംഘം കൊടുത്തില്ല. അതീവ രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. രാത്രിക്ക് രാത്രി പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. ശേഷം തുടർ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടത്. അതേതായാലും സർക്കാരിനെ സംബന്ധിച്ചടക്കം സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു ഗൗരവത്തിന്റെ കൂടുതൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ സർക്കാർ ഗൗരവത്തിൽ തന്നെ ഇതിനെ കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ഇക്കാര്യത്തിൽ നമ്മൾ നേരത്തെ ഇതുവരെ സംസാരിച്ചതുപോലെ അല്ല ഈ കേസിന്റെ ഇനിയുള്ള പോക്ക് എന്ന് പറയുന്നത്. കാരണം ഇതിനോടകം തന്നെ തെളിവ് അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള ഒരു കേസാണ്. കൂടുതൽ തെളിവ് അന്വേഷണ സംഘം ശേഖരിക്കാനുള്ള നീക്കത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇനിയെടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അത് നിർണായകമാകും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഈ കേസിൽ എത്ര കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഈ ജയിലിലും അതേപോലെ തന്നെ കസ്റ്റഡിയിലും അടക്കം കഴിയേണ്ടി വരുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ ഈ അന്വേഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ബോഡി ലാംഗ്വേജിൽ ഇന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും മാറ്റമില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് വന്നിറങ്ങി ബസ്സിലേക്ക് കയറിയത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ അറിയിച്ചിരുന്നത് തന്നെ കൊണ്ട് ചില പ്രദർശന വസ്തുവാക്കാൻ നീക്കം നടക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് തിരുവല്ല ടൗണിലേക്ക് നമ്മൾ കയറുകയാണ്. അല്പസമയത്തിനുള്ളിൽ ക്ലബ് 7 ഹോട്ടലിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. തിരുവല്ല ടൗണിലേക്ക് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി കടന്നിരിക്കുന്നു. ഇനി ക്ലബ് 7ലേക്ക് മീറ്ററുകൾ മാത്രമാണ് ദൂരമുള്ളത്. അവിടെ ഉടൻ രാഹുലിനെ എത്തിക്കും. അതിനുശേഷം തെളിവെടുപ്പ് നടത്തും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ, അതേപോലെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി അതടക്കം നിർണായകമാണ്. ഇപ്പോൾ തിരുവല്ല ടൗണിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു രാഹുലുമായി. ഇനി കുറച്ച് മീറ്ററുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് അവിടേക്ക് എത്താനുള്ളത്. ഇതിനുശേഷം എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറുമെന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ക്ലബ് 7 ഹോട്ടൽ ലക്ഷ്യമാക്കി അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി നീങ്ങുന്നതാണ്. ദൃശ്യങ്ങളിലുള്ളതുപോലെ കനത്ത പോലീസ് സുരക്ഷ, കനത്ത പോലീസ് ബന്ദോബസ്ത് ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്രയും സുരക്ഷ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട പ്രതിഷേധങ്ങൾ, യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾ, അത് വളരെ അതിർവിട്ടുപോയത് നമ്മൾ കണ്ടതാണ്. ചീമുട്ടയേർ ഡയറക്റ്റായി തന്നെ വരുന്നത് നമ്മൾ കണ്ടതാണ്. പോലീസ് വലിയ ഷീൽഡൊക്കെ ഉപയോഗിച്ചാണ് അത്തരം പ്രതിഷേധങ്ങളെ തടഞ്ഞത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോലീസിനും തടയാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവല്ല ടൗൺ കയറിയിരിക്കുന്നു. തിരുവല്ല പുഷ്പഗിരി ഭാഗമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ മീറ്ററുകൾ മാത്രമാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പല ആവർത്തി ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ ഹോട്ടലിലെ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും, അടൂരിലെ വീട്ടിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പാലക്കാട്ടേക്ക് പോയിട്ടും രാഹുലിന്റെ നിസ്സഹകരണം കാരണം എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഗാഡ്ജറ്റ്സുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ കണ്ടെത്തണം. അതിൽ ഒരു ഫോൺ മാത്രമാണ് രാഹുലിന്റെ
കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ആ ഫോൺ വഴിയല്ല ഇക്കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ള കാര്യം അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ഈ പെൺകുട്ടിയെ ബന്ധപ്പെട്ടത്, നിരന്തരം ഭീഷണിപ്പെടുത്തിയത്, ഗർഭചിത്രത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്, ഇതൊക്കെ നടന്നിട്ടുള്ള മൊബൈൽ ഫോണുകൾ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഗൗരവത്തിലുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, തിരുവല്ല ടൗണിലെ പ്രധാന ഭാഗത്തുകൂടി അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോവുകയാണ്. ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. പക്ഷേ ക്ലബ് 7 ഹോട്ടലിന് മുന്നിൽ ഒരു പക്ഷേ യുവജന സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകും. ശേഷം അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ നേരം വെളുത്തു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇറങ്ങി തുടങ്ങും റോഡിലേക്ക്. വലിയ ഗതാഗത പ്രശ്നമുണ്ടാകും. മാത്രവുമല്ല അതൊരു പക്ഷേ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സുരക്ഷ ഒരുക്കുന്നത്. ഒരു 6 മണിയോടുകൂടി അവിടേക്ക് എത്താനുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്നാൽ അത് വൈകി, ഏതാണ്ട് അരമണിക്കൂറോളം അത് വൈകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നലെയും നമ്മൾ അന്വേഷണ സംഘത്തോട് ഒരു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് രാവിലെ 5:45, 6 മണിയോടുകൂടി അവിടേക്ക് എത്തുന്ന തരത്തിലേക്ക് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് ഇറങ്ങും എന്നുള്ളതായിരുന്നു. എന്നാൽ ആ സമയം വൈകിയിരിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ ഇപ്പോൾ പാലിക്കപ്പെടുന്നില്ല. പകരം അവർ ഇപ്പോൾ അവർ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. 1, 2, 3, 4 വാഹനങ്ങൾ, അതായത് 4 വാഹനങ്ങൾ രാഹുലിന്റെ ജീപ്പ്, രാഹുൽ ഇരിക്കുന്ന ബസ്സിനെ കൂടാതെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. രണ്ട് ഉദ്യോഗസ്ഥ വാഹനങ്ങൾ ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. അത് പത്തനംതിട്ടയിൽ നിന്നുള്ളതുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വാഹനങ്ങൾ, ക്രൈം ബ്രാഞ്ചിന്റെ വാഹനങ്ങളുണ്ട്. അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള DYSPമാർ സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്. ഹോട്ടലിന്റെ ഭാഗത്തേക്ക് അടുക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമാണുള്ളത്. ക്ലബ് 7 ഹോട്ടലിൽ വെച്ച് 2024 ഏപ്രിൽ മാസം ഈ പെൺകുട്ടി അതിജീവിതയെ ക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി, ഇതുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിൽ ഈ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള വാഹനം അതിപ്പോൾ തിരുവല്ലയിലെ ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.